പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങി ഇതുവരെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ഒരു പൊതുവേദിയിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എന്നാൽ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ പുതിയ പരമാധികാരി മുജ്തബ ഖൊമേനി ഗുരുതരമായ പരിക്കുകളോടുകൂടി തന്നെ ചികിത്സയിലാണ് എന്നതാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പിതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിലാണ് മുജ്തബയ്ക്കും പരിക്കേറ്റത്. ഫെബ്രുവരി 28-ന് ടെഹ്റാനിലെ സുപ്രീം ലീഡറുടെ വസതിക്ക് നേരെയും അവിടെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് മുജ്തബയ്ക്ക് മുഖത്തും കാലുകൾക്കും മാരകമായി തന്നെ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദര ഭർത്താവും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഗുരുതരമായ ശാരീരിക പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും മുജ്തബ ഖൊമേനി ഭരണകാര്യങ്ങളിൽ അതീവ ജാഗ്രതയോടെ തന്നെ ഇടപെടുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഓഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് അദ്ദേഹം ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുത്തത്. യുദ്ധം, അമേരിക്കയുമായുള്ള ചർച്ചകൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മുഖത്തിന് സംഭവിച്ച ആ ഒരു വൈരൂപ്യം, അതാകട്ടെ കാലുകൾക്കേറ്റ പരിക്ക് കാരണം അദ്ദേഹം പൊതുവേദികളിൽ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നതിന് ഏറ്റവും ഒരു ഉദാഹരണം ഈ ഒരു ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഇടയ്ക്കിടെ അദ്ദേഹം നൽകുന്ന പ്രതികരണങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവായി തന്നെ പറയുന്നത്. ഇതിനു മുൻപേ വന്ന ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം റഷ്യയിൽ തന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആണ് എന്നത് അതിനെ കുറിച്ചാണ് ചില വിവരങ്ങൾ പുറത്തു വന്നത്. അതേസമയം ഇപ്പോൾ ഈ ഒരു യുദ്ധം ഇവിടെ നിലനിൽക്കുകയും അത് ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു. യുദ്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല, ഏകദേശം 40 വർഷക്കാലമായിട്ടാണ് എന്നത് എടുത്തു പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയും ഈ ഒരു യുദ്ധം ഇങ്ങനെ തുടർന്നാൽ സാമ്പത്തിക മേഖല പൂർണ്ണമായും തന്നെ തകരുമെന്നത് വലിയൊരു പ്രതിസന്ധി അതിന് വഴിവെക്കുകയാണ്. ഈ യുദ്ധം ഇനിയും നീണ്ടു നിന്നാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായേക്കുമെന്നതിലും സംശയമില്ല. ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ വ്യക്തമാക്കുന്നത് ഇറാനിലെ പഴയ ഭരണ നേതൃത്വത്തെക്കാൾ തീവ്രമായ നിലപാടുള്ള പുതിയ ഭരണകൂടമാണ് നിലവിൽ അവിടെ ഇറാനിലുള്ളത് എന്നതാണ്. ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത വേണമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പഴയതിനേക്കാൾ കൂടുതൽ ശത്രുവിനെയാണ്, അതായത് പഴയതിനേക്കാൾ കൂടുതൽ കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ശത്രുവിനെയാണ് തങ്ങളിപ്പോൾ നേരിടുന്നത് എന്നതാണ് ഇസ്രായേലിന്റെ വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. ഇതാകട്ടെ മധ്യ ഏഷ്യയിൽ വീണ്ടും രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാമെന്നും സമാധാന ചർച്ചകൾ ഫലം കണ്ടില്ല എങ്കിൽ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ തകർക്കാവുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് അത് നയിക്കുമെന്നതും ഉറപ്പാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേൽ ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്നതാണ് സൂചനകൾ. ഇസ്രായേൽ പാർലമെന്റായ സെനറ്റ് നൽകിയ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.